ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. KPCC അധ്യക്ഷ സ്ഥാനത്ത് മാറ്റമുണ്ടായേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ ഡൽഹിയിൽ നിർണായക കൂടിക്കാഴ്ചകൾ. AICC നേതൃത്വം വിളിച്ച യോഗം വൈകിട്ട് നടക്കാനിരിക്കെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന അടൂർ പ്രകാശും ബെന്നി ബെഹനാനും രമേശ് ചെന്നിത്തലയുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി. വ്യക്തിപരമായ കൂടിക്കാഴ്ചകൾക്കില്ല എന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. വിവാദങ്ങളും അതൃപ്തികളും തുടരുന്നതിനിടെ AICC വിളിച്ച നിർണായക യോഗത്തിനാണ് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ഡൽഹിയിലെത്തിയത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K സുധാകരനെ മാറ്റിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കും ചർച്ചകൾക്കുമിടെ നിർണായക കൂടിക്കാഴ്ചകളാണ് ഡൽഹി കേരള ഹൌസിൽ. അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന അടൂർ പ്രകാശും ബെന്നി ബെഹനാനും രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് അടൂർ പ്രകാശ്. എല്ലാ കാലത്തും രമേശ് ചെന്നിത്തല പിന്തുണച്ചിട്ടുണ്ടെന്ന് ബെന്നി ബെഹന്നാൻ. എന്നെ വെറുതെ വിടും. എന്തായാലും തൽക്കാലം ഞാൻ ഒന്നിനും മറുപടിയില്ല. ഞാൻ രമേശിനെ കണ്ടത് ഞാൻ ഇത് ഒന്നും സംസാരിക്കാൻ വേണ്ടി വന്നതല്ല. എൻ്റെ മര്യാദ അനുസരിച്ച് ഞാൻ ഇവിടെ വന്നപ്പോൾ രമേശ് ഇന്നലെ രാത്രി വന്നെന്ന് പറഞ്ഞു. രമേശിനെ കാണുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മര്യാദയാണ്. അതേസമയം K സുധാകരനെ മാറ്റുന്നതിനെ അനുകൂലിച്ച AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയ്ക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കത്ത് നൽകി. വൈകിട്ട് 4 മണിക്ക് AICC ആസ്ഥാനമായ ഡൽഹി ഇന്ദിരാഭവനിലാണ് നേതാക്കളുടെ യോഗം. തെരഞ്ഞെടുപ്പ് ഒരുക്കമാണ് മുഖ്യ അജണ്ടയെങ്കിലും നിലവിലെ വിവാദങ്ങളും ചർച്ചയാകും. KPCC മുൻ അധ്യക്ഷന്മാരായ K മുരളീധരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. വൈകിട്ട് 4 മണിക്ക് മല്ലികാർജുൻ ഖർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിന്റെ പ്രധാന അജണ്ട തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളാണ്. എന്നാൽ വിവാദവും നേതൃമാറ്റവും ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന അനൗപചാരിക യോഗങ്ങളാകും നിർണായകം. വിനീത VG 24 ഡൽഹി. ഡോക്ടർ ശശി തരൂർ MPയെ വിമർശിച്ചും അനുകൂലിച്ചും കോൺഗ്രസ് നേതാക്കൾ. തരൂരിന്റെ പരാതിക്ക് അടിസ്ഥാനമില്ല എന്നാണ് PJ കുര്യൻ പ്രതികരിച്ചത്. ശശി തരൂർ കൂടുതൽ സമയത്തും വിദേശത്താണ് എന്നും PJ കുര്യൻ വിമർശിച്ചു. ശശി തരൂരിനെ എവിടെ ഒഴിവാക്കിയെന്ന അപ്പൊ ശശി തരൂരിന്റെ പരാതിക്ക് ഒരടിസ്ഥാനവുമില്ല. അത് പ്രവർത്തിക്കട്ടെ, ആര് തടയുന്നു? കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കാൻ എന്താ തടസ്സം? അദ്ദേഹം MP ആണ്, പ്രഗത്ഭനാണ്, നല്ല പ്രസംഗകനാണ്. അദ്ദേഹത്തിന് നേതൃത്വ ഗുണങ്ങളുള്ള ആളാണ്, ഡിപ്ലോമസി ഉണ്ട്. അദ്ദേഹത്തിന് കേരളത്തിൽ പ്രവർത്തിക്കാൻ ഒരു തടസ്സവുമില്ല. ശശി തരൂരിനെ പോലുള്ള നേതാവിനെ ചർച്ച ചെയ്ത് കഷായം കുടിപ്പിക്കുന്നത് എന്തിന് എന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യം. എല്ലാം കൂളാണെന്ന് താൻ വ്യക്തമാക്കിയതാണ് എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിച്ചു. പുസ്തകം വായിക്കുമെന്നല്ലേ അദ്ദേഹം പറഞ്ഞു. എന്തിനാ അതിനെ വേറെ രൂപത്തിൽ തെറ്റിദ്ധരിക്കുക? ഇന്ന് അദ്ദേഹത്തിൻ്റെ വിശദീകരണമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് എന്താ? ഞാൻ പ്രഭാഷണം നടത്തും, പുസ്തകം വായിക്കും, അതൊക്കെയല്ലേ പറയുന്നത്. അതൊന്നും ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. എന്തിനാ അദ്ദേഹത്തെ പോലൊരു മുതിർന്ന നേതാവിനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഈ കഷായം കുടിപ്പിക്കുന്ന പോലെ എന്തിനാ ആക്കുന്നത്? ശശി തരൂരിൻ്റെ വിഷയം വന്നു. ഞാൻ ഒറ്റ നെറേറ്റീവാണ് ഞാൻ പറയുന്നത്. ഒന്നും ഉണ്ടാവില്ല, എല്ലാം കൂളാണ്. ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ പാടില്ല. ഒരിടവേളയ്ക്ക് ശേഷമാണ് കോൺഗ്രസിൽ ഡൽഹി കേന്ദ്രീകരിച്ച് സംസ്ഥാനത്തെ സംഘടനാ വിഷയങ്ങൾ ചൂടേറിയ ചർച്ചകൾക്ക് വിധേയമാക്കുന്നത്. വിവാദങ്ങളുടെയും അതൃപ്തികളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ പരസ്പരം കൂടിക്കാഴ്ചകളും ചർച്ചകളും വളരെ പ്രധാനപ്പെട്ടതാണ്. കേരള ഹൗസിൽ നിന്ന് വിനീത VG മറ്റു വിവരങ്ങൾ നൽകും. വിനീത, ഇന്ന് വൈകിട്ട് ഹൈക്കമാൻഡ് വിളിച്ചിരിക്കുന്ന യോഗം കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. പുനഃസംഘടനാ ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ പുതിയ അധ്യക്ഷൻ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഉണ്ടാവുകയാണ്. അതിൽ പരിഗണനയിലുള്ള 2 പ്രധാനപ്പെട്ട പേരുകൾ, അവർ 2 പേരും ചർച്ചകൾക്ക് നേതൃത്വം നൽകി, അല്ലെ ചർച്ചകളിൽ പങ്കെടുത്ത് ഡൽഹിയിൽ തന്നെയുണ്ട്. എന്താണ് കോൺഗ്രസിൽ നടക്കുന്നത്? അകത്തെ ചർച്ചകളുടെ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത യോഗത്തിനാണ് നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തിയതെങ്കിലും ഈ അനൗപചാരികമായി നടക്കുന്ന ചില ചർച്ചകളുണ്ട്. അത് തന്നെയാണ് ഇന്നത്തെ ഈ യോഗത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമെന്ന് നമുക്ക് പറയേണ്ടി വരും. നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരള ഹൗസിലാണ്. എല്ലാ നേതാക്കളും ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അല്പസമയം മുൻപാണ് ഇവിടേക്ക് എത്തിയത്. രാവിലെയോടുകൂടി തന്നെ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇന്നലെ രാത്രി അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നാലെ തന്നെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ K സുധാകരൻ മാറുകയാണ് എങ്കിൽ പകരക്കാരനായി എത്തുമെന്ന
സൂചനകളുള്ള അടൂർ പ്രകാശുമൊപ്പം തന്നെ ബെന്നി ബെഹനാനും 2 പേരുകളാണുള്ളത്. 2 പേരും ഇന്ന് രമേശ് ചെന്നിത്തലയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. നിലവിലെ സാഹചര്യങ്ങളിൽ ആ കൂടിക്കാഴ്ചയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബെന്നി ബെഹനാൻ പറഞ്ഞത് ഈ രമേശ് ചെന്നിത്തല പലപ്പോഴും തന്നെ പിന്തുണച്ചിട്ടുണ്ട്, വളരെ സൗഹൃദപരമായിരുന്നു ആ കൂടിക്കാഴ്ച എന്നുള്ളതാണ്. അതേസമയം അടൂർ പ്രകാശ് ആ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് പ്രതികരിക്കാനേ തയ്യാറായിരുന്നില്ല, തനിക്കിപ്പോൾ ഒന്നും പറയാനില്ല എന്നുള്ളത് തന്നെയായിരുന്നു അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ജബി മേത്ര അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ശരി വിനീത, ഇപ്പോഴിതാ വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എന്താണ് വി ഡി സതീശൻ പുനഃസംഘടന ചർച്ചകളിൽ പ്രതികരിക്കുന്നതെന്ന് കേൾക്കാം. അടിസ്ഥാനത്തിൽ ഓരോ ദിവസവും നിങ്ങൾ വാർത്ത കൊടുക്കുകയാണ്. കോൺഗ്രസിനൊന്നും സംഭവിക്കില്ല ഇങ്ങനെ വാർത്ത കൊടുത്തുകൊണ്ട്. നിങ്ങളുടെ വിശ്വാസ്യത പോവും. ഊഹാപോഹം നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അത് നിങ്ങൾ അദ്ദേഹത്തോട് അഭിപ്രായം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അത്രയേ ഉള്ളൂ. നേതൃമാറ്റം എന്നുള്ള ഒരു വിഷയം നിൽക്കുമ്പോൾ അത് പൂർത്തിയാക്കാതെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കാനാവുക? മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസ് പ്രസിഡന്റിന് അയച്ച കത്ത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ എങ്ങനെ അതിനെക്കുറിച്ച് അഭിപ്രായം എനിക്കറിയില്ല. എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് പറയുന്നത്? ഞാൻ വെറുതെ ഒരു ഊഹത്തിൽ നിങ്ങൾ വാർത്ത കൊടുക്കുന്ന പോലെ ഞാൻ പറഞ്ഞാൽ മതി. ഈ കോൺഗ്രസിൽ സാധാരണ പ്രവർത്തകരുടെ അഭാവമുണ്ട്, ബൂത്തിൽ കൂടിയിരിക്കാൻ ആളില്ല. അതൊക്കെ ശശിതരൂർ അടക്കമുള്ള നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു വിനയത്തിലുണ്ടോ? ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ 5 ബൈ ഇലക്ഷൻ നടന്നല്ലോ. 5 ബൈ ഇലക്ഷൻ നടന്നല്ലോ. എവിടെയെങ്കിലും ബൂത്തിലിരിക്കാൻ ആളില്ലാത്ത ഒരു ബൂത്ത് കേരളത്തിലുണ്ടായി. കേരളത്തിലെ കോൺഗ്രസ് സംഘടനാപരമായി വളരെ ശക്തമാണ്. ഒരു ബൂത്തിൽ പോലും ഇരിക്കാൻ ആളില്ലാത്ത ഒരു ബൂത്ത് പോലും കേരളത്തിൽ ഒരിടത്തും ഉണ്ടാവില്ല. ഈ 5 ഉപതെരഞ്ഞെടുപ്പിൽ 4 നമ്മൾ ജയിച്ചു, വൻ ഭൂരിപക്ഷത്തിൽ. പ്രതിപക്ഷത്തിരുന്നോണ്ടാ നിങ്ങൾ ദേശീയ തലത്തിലെ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് പ്രതിപക്ഷ ഉപതെരഞ്ഞെടുപ്പ് ജയിക്കുന്നത്? തമിഴ്നാട്ടിൽ, കർണാടകത്തിൽ, UP-യിൽ എവിടെയെങ്കിലും ജയിക്കണ്ടോ? ബംഗാളിൽ എവിടെയെങ്കിലും? കേരളത്തിൽ മാത്രമാണ്. തൃക്കാക്കരയിൽ PT തോമസ് ജയിച്ചതിന്റെ ഇരട്ടി ഭൂരിപക്ഷം, പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി ജയിച്ചതിന്റെ 4 ഇരട്ടി ഭൂരിപക്ഷം, പാലക്കാട് നിങ്ങൾക്കറിയാലോ ഷാഫി ജയിച്ചതിന്റെ 5 ഇരട്ടി ഭൂരിപക്ഷം. പ്രതിപക്ഷ നേതാവ് അക്കാര്യത്തിൽ ഈ വിഷയം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ എവിടെയെങ്കിലും ബൂത്തിൽ ആളിരിക്കാൻ, കോൺഗ്രസിന് ആളിരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം ആരോപണം ഉന്നയിക്കുന്നവർ ആ കണക്ക് വയ്ക്കണം എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. വിനീത തുടരുന്നുണ്ട് കേരള ഹൗസിൽ നിന്ന്. വിനീത, ഇത് തന്നെയാണ് വി ഡി സതീശനും ചൂണ്ടിക്കാട്ടുന്നത്. ഈ സംഘടനാ വിഷയങ്ങളിൽ നേരിട്ട് മറുപടി പറയുന്നില്ലെങ്കിലും അതിലുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട്. അപ്പോൾ ചർച്ചകളുടെ സ്വഭാവം എന്തായിരിക്കും? എങ്ങനെയായിരിക്കും ഹൈക്കമാൻഡ് ഈ വിഷയങ്ങളെ സമീപിക്കുക? വിജയകുമാർ, ഏറ്റവും പ്രധാനമായി പറയേണ്ടത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഒഴിവാക്കുക, ഒപ്പം തന്നെ പ്രവർത്തകർക്കിടയിൽ പോലും നേതാക്കൾ ഒറ്റക്കെട്ടാണ് എന്നൊരു സന്ദേശം അത് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ പ്രധാനപ്പെട്ട ചുമതല. അതിനുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഇങ്ങനെ ഒരു ഈ വിവാദങ്ങൾ സംബന്ധിച്ചൊരു പരസ്യ പ്രതികരണത്തിലേക്കൊക്കെ പോവുകയാണ് എങ്കിൽ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിവാദങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഡൽഹിയിൽ ഹൈക്കമാൻഡ് ഈ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. യോഗത്തിന്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ തന്നെയായിരിക്കും. സ്ഥാനാർത്ഥികളെ വളരെ നേരത്തെ തന്നെ, ഏതാണ്ട് കുറഞ്ഞത് ഒരു 6 മാസം മുൻപെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം സാധ്യമാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഈ യോഗത്തിൽ ചർച്ച ചെയ്യുക. അതിനൊപ്പം തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലുള്ള ചില അനൗപചാരിക ചർച്ചകൾ കൂടി ഇന്ന് ഡൽഹി വേദിയാകുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടതായി വരും. അതിലേറ്റവും പ്രധാനം ഈ പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഏറെ നാളായി പുനഃസംഘടന ഉണ്ടാകുമെന്നും അതിൽ ചില നേതാക്കൾ അതൃപ്തി രേഖപ്പെടുത്തിയെന്നും സുധാകരൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിന്ന് മാറുമെന്നും ഒക്കെയുള്ള അഭ്യൂഹങ്ങൾ ഇങ്ങനെ പരക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു കൃത്യമായിട്ടുള്ളൊരു നിലപാടിലേക്ക് പാർട്ടി എത്തുക എന്നുള്ളത് തന്നെയാണ്. ശരി വിനീത, എന്തായാലും അത്തരം ചർച്ചകളാണ് ഇന്ന് വൈകിട്ട് നടക്കുന്നത്. കേരളത്തെ കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് ഈ ഡൽഹി ചർച്ചകൾ. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു, അത് ആവർത്തിക്കുകയാണ് ഇത്തവണയും. ഡൽഹിയിൽ കൂടിക്കാഴ്ച വൈകിട്ട് നടക്കുന്നുണ്ട്. വിനീത വിജിയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. അതേസമയം സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിലനിർത്തി പാർട്ടിയിൽ പുനഃസംഘടന വേണമെന്നാണ് മുരളീധരൻ അഭിപ്രായപ്പെട്ടത്. താൻ സ്ഥാനമോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനോ ആഗ്രഹിക്കുന്നില്ല. സ്ഥാനത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഡൽഹിയിൽ പോകാതിരിക്കില്ലല്ലോ എന്നും തനിക്ക് അതൃപ്തിയില്ല എന്നും മുരളീധരൻ പ്രതികരിച്ചു. KPCC പ്രസിഡന്റിനെ മാറ്റേണ്ട ആവശ്യമില്ല എന്നാണ് ഇപ്പോഴും എൻ്റെ അഭിപ്രായം. നിലവിൽ പ്രസിഡന്റിനെ മാറ്റേണ്ട കാര്യമില്ല.
അദ്ദേഹത്തിനെ നിലനിർത്തിക്കൊണ്ട് ഒരു അഴിച്ചുപണി പാർട്ടികൾ നടത്തണം എന്നുള്ള അഭിപ്രായമാണ് അന്നും ഇന്നും എനിക്കുള്ളത്. അല്ല, ഞാൻ ഒരു സ്ഥാനവും ആഗ്രഹിക്കുന്നില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പാർട്ടി എന്ത് പറയുന്നു അതുപോലെ അനുസരിക്കുക. അതല്ലാതെ ഇന്ന സ്ഥാനം വേണമെന്നോ അങ്ങനെ വല്ല സ്ഥാനത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ പോകാതിരിക്കില്ലല്ലോ. ഇല്ല, അതൃപ്തിയൊന്നുമില്ല. കാരണം തൃപ്തിയുള്ളവർക്കല്ലേ അതൃപ്തി ഉണ്ടാവുള്ളൂ. മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താ മഴ കടക്കുകയാണ്. കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 10ാം ക്ലാസ്സുകാരൻ അതീവ ഗുരുതരാവസ്ഥയിൽ. പരിക്കേറ്റ പാലോടക്കുന്ന് സ്വദേശി ഇക്ബാലിന്റെ മകൻ മുഹമ്മദ് ഷഹബാസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ട്യൂഷൻ സെന്ററിലെ ആഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് സംഘർഷമുണ്ടായത്. താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്ററിൽ 10ാം ക്ലാസ്സുകാരുടെ യാത്രയയപ്പ് ചടങ്ങ് നടന്നിരുന്നു. എളേറ്റിൽ വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ഡാൻസ് ചെയ്യുന്നതിനിടെ മൊബൈൽ ഫോൺ ഓഫാകുകയും ഡാൻസ് പൂർത്തിയാക്കാൻ കഴിയാതെ വരികയും ചെയ്തു. പിന്നാലെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂകി വിളിച്ചു. ഇതോടെ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി. അധ്യാപകർ ഇടപെട്ട് പരിപാടി അവസാനിപ്പിച്ച് എല്ലാവരോടും പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു. പിന്നീട് MJ സ്കൂളിലെ വിദ്യാർത്ഥികൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും താമരശ്ശേരി സ്കൂളിലെ കുട്ടികൾക്ക് തിരിച്ചടി നൽകാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. തുടർന്ന് വ്യാഴാഴ്ച വൈകിട്ട് ട്യൂഷൻ സെന്ററിന് സമീപമാണ് സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ MJ സ്കൂളിലെ വിദ്യാർത്ഥിയും താമരശ്ശേരി ചുങ്കം പാലയറക്കുന്ന ഇഖ്ബാലിന്റെ മകനുമായ മുഹമ്മദ് ഷഹബാസിനാണ് പരുക്കേറ്റത്. ഏകദേശം 9:30 മണി സമയത്താണ് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഏകദേശം ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഉള്ളത്. അപ്പോൾ അവിടുത്തെ ഡോക്ടർമാരും മറ്റുള്ള സ്റ്റാഫും ഒക്കെ കൂടിയിട്ട് ICU ആംബുലൻസിലാക്കി നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത്. അവിടുന്ന് ഉള്ള ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ തമ്മിലുണ്ടായ എന്തോ ഒരു പ്രശ്നമാണ് ഇത്രയും വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് എത്താനുള്ള കാരണം. ഈ ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥി അല്ലാത്ത ഷഹബാസിനെ കൂട്ടുകാർ ചേർന്ന് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തലച്ചോറിന് 70% ക്ഷതമേറ്റ കുട്ടി കോമയിലാണ്. സംഭവത്തിൽ 4 വിദ്യാർത്ഥികളെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. 24 കോഴിക്കോട്. നാടിനെ നടുക്കിയ ക്രൂരത പോലീസിനോട് വിശദീകരിച്ച് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ പെൺസുഹൃത്ത് ഫർസാനെയും സഹോദരൻ അഫ്സാനെയും കൊലപ്പെടുത്തും മുൻപ് മറ്റു കൊലപാതകങ്ങളുടെ വിവരങ്ങൾ ഇവരെ അറിയിച്ചിരുന്നു എന്നാണ് മൊഴി. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് ഫർസാന കരഞ്ഞു ചോദിച്ചപ്പോഴാണ് അഫാൻ ചുറ്റിക കൊണ്ട് അടിച്ചു വീഴ്ത്തിയത്. സൽമ ബീവിയെയും സാജിദയെയും കൊലപ്പെടുത്താനുള്ള കാരണങ്ങളും അഫാൻ പോലീസിനോട് വിശദീകരിച്ചു. എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്നും കൊലപാതകത്തിന് പ്രകോപനമെന്തെന്നും പോലീസിനോട് പ്രതി അഫാൻ വിശദീകരിച്ചു. മാതാവ് ഷമിയ ആക്രമിച്ചതും സൽമ ബീവി, ലത്തീഫ്, ഭാര്യ സാജിദ ബീവി എന്നിവരെ കൊലപ്പെടുത്തിയതും വീട്ടിലെത്തിയ ഫർസാനയോട് അഫാൻ പറഞ്ഞു. ഫർസാനയെ കൊലപ്പെടുത്തും മുൻപ് സാമ്പത്തിക ബാധ്യതയും ഫർസാനയെ അറിയിച്ചു. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് കരഞ്ഞുകൊണ്ട് ഫർസാന ചോദിച്ചതിനു പിന്നാലെ ചുറ്റിക കൊണ്ട് ക്രൂരമായി അടിച്ചു വീഴ്ത്തി. കൊലപ്പെടുത്തും മുൻപ് സഹോദരൻ അഫ്സാനോടും ഇക്കാര്യങ്ങൾ പറഞ്ഞു. ഇരുവരെയും കൊലപ്പെടുത്താനുള്ള ധൈര്യം ലഭിക്കാനാണ് മദ്യപിച്ചതെന്നും പോലീസിന് അഫാന്റെ മൊഴി. കടബാധ്യതയ്ക്ക് കാരണം അമ്മയാണെന്ന് നിരന്തരം കുറ്റപ്പെടുത്തിയതാണ് സൽമ ബീവിയെ കൊലപ്പെടുത്താനുള്ള കാരണം. പുതിയ ബൈക്ക് വാങ്ങിയതിൽ ഉൾപ്പെടെ തന്നെ നിരന്തരമായി കുറ്റപ്പെടുത്തിയതാണ് ലത്തീഫിനോടുള്ള വൈരാഗ്യം. ലത്തീഫിന്റെ ഭാര്യ ഷാജിദ ബീവിയെ കൊലപ്പെടുത്തണമെന്ന ലക്ഷ്യമുണ്ടായിരുന്നില്ല. ലത്തീഫിന്റെ കൊലപാതക വിവരം പുറത്തു പറഞ്ഞാൽ തുടർ കൊലപാതകങ്ങൾ തടസ്സപ്പെട്ടാലോ എന്ന് കരുതി സാജിദയെയും കൊലപ്പെടുത്തി. ഇതാണ് പാങ്ങോട് പോലീസിന് അഫാൻ നൽകിയ മൊഴി. എന്നാൽ അന്വേഷണ സംഘം ഈ മൊഴികൾ പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. 24 തിരുവനന്തപുരം. നൊമ്പരക്കാഴ്ചയ്ക്കാണ് വെഞ്ഞാറമൂട് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. അഫാന്റെ കൊടും ക്രൂരതയ്ക്ക് ശേഷം പിതാവ് അബ്ദുൾ റഹീം നാട്ടിലെത്തി. മകൻ കൊന്നു തള്ളിയ ഉച്ചവരുടെ കബറിടത്തിൽ മനമുരുകി അബ്ദുൾ റഹീം പൊട്ടിക്കരഞ്ഞു. ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഭാര്യ ഷെമിയെയും അബ്ദുൾ റഹീം കണ്ടു. വാക്കുകളാൽ വിവരിക്കാൻ കഴിയുന്നതിനും അപ്പുറം വൈകാരികതയിലായിരുന്നു അബ്ദുൾ റഹീം. സ്വന്തം മകൻ ക്രൂരമായി കൊന്നുതള്ളിയ ഇളയ മകൻ അഫ്സാൻ, ഉമ്മ സൽമ ബീവി, സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാജിദ ബീവി, 4 പേരുടെയും കബറിടത്തിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. താഴെപ്പങ്ങോട് കുടുംബ വീട്ടിലെത്തിയ ശേഷമാണ് പള്ളിയിലെ കബറിടത്തിൽ അബ്ദുൾ റഹീം വന്നത്. രാവിലെ ദമാമിൽ നിന്ന് തിരുവനന്തപുരം എയർപോർട്ടിലെത്തിയ ശേഷം ആദ്യം ശ്രീഗോകുലം മെഡിക്കൽ കോളേജിലെത്തി ഭാര്യ ഷെമിയെ കണ്ടു. കട്ടിലിൽ നിന്ന് വീണു പരിക്കേറ്റതാണെന്ന് പറഞ്ഞ ഷെമി
മക്കളെക്കുറിച്ചും അബ്ദുൾ റഹീമിനോട് ചോദിച്ചു. റഹീമിൻ്റെ കൂടെ കയറി കാണാൻ കഴിഞ്ഞു. കണ്ടപ്പോഴത്തേക്ക് റഹീമിനെ തിരിച്ചറിയുകയും കയ്യിൽ പിടിക്കുകയും ചെയ്തു. അവർ റിക്കവർ ചെയ്ത് വരും, കുഴപ്പമില്ല. അവർ റിക്കവറായി വരും. സംസാരിക്കുന്ന വ്യക്തമായി തിരിഞ്ഞില്ലെങ്കിൽ പോലും മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും. അത് റഹീമിനെ മനസ്സിലാവുന്നുണ്ട്. റഹീം അതിന് മറുപടിയും കൊടുക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് 7 വർഷമായി നാട്ടിൽ വരാനാകാതെ ദമാമിൽ കഴിയുകയായിരുന്നു അബ്ദുൾ റഹീം. സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിലാണ് റഹീമിന് തിരികെ നാട്ടിലേക്ക് വരാൻ വഴി തുറന്നത്. 24 തിരുവനന്തപുരം. മുണ്ടക്കൈ ദുരന്തബാധിതരോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അനാസ്ഥയെന്നാരോപിച്ച് വയനാട് കളക്ടറേറ്റ് വളഞ്ഞ് UDF പ്രതിഷേധം. സമരക്കാരെ മറികടന്ന് ചില ജീവനക്കാർ കളക്ടറേറ്റിലേക്ക് കടക്കാൻ ശ്രമിച്ചത് പ്രവർത്തകരും പോലീസുമായുള്ള സംഘർഷത്തിനിടയാക്കി. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അനാവശ്യ വിവാദത്തിലേക്ക് പോകരുതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. ഇന്നലെ വൈകിട്ട് 3 മണി മുതൽ കളക്ടറേറ്റിന് മുന്നിൽ ടി സിദ്ദിഖ് MLA നേതൃത്വത്തിൽ തുടങ്ങിയ ഉപവാസ സമരം രാവിലെ 7 മണിക്ക് അവസാനിച്ചു. ഇതോടെ കളക്ടറേറ്റിലേക്കുള്ള 3 ഗേറ്റുകൾക്ക് മുന്നിലും UDF ഉപരോധ സമരം തുടങ്ങി. 10 മണിക്ക് മുമ്പായി സർക്കാർ ജീവനക്കാർ കളക്ടറേറ്റിന് മുന്നിലേക്കെത്തി. ചിലർ അകത്ത് കയറാൻ ശ്രമിച്ചു എന്നാരോപിച്ച് UDF പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. തുടർന്ന് പോലീസുമായി വാക്കേറ്റം. സമരത്തെ പൊളിക്കാൻ പോലീസ് തന്നെ കൂട്ടുനിൽക്കുകയാണ്. ഞങ്ങളൊരു കാര്യം പറയാം, ഈ പ്രധാനമന്ത്രി വന്നുപോയപ്പോ ഇവിടെ നിന്ന് തിരിഞ്ഞു പോയതാണ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇതുവരെ ദുരന്ത സ്ഥലത്തേക്കും ദുരന്തബാധിതരെ കാണാൻ മുഖ്യമന്ത്രി പോലും വന്നില്ല. ഈ സമരം ദുരന്തബാധിതർ നേതൃത്വം കൊടുക്കുന്ന സമരമാണ്. ഈ സമരം സമ്പൂർണമായ വിജയമാകും, ഒരു തർക്കവുമില്ല. ദുരന്തബാധിതർ അടക്കമുള്ളവർ സമരത്തിന്റെ ഭാഗമായി ET മുഹമ്മദ് ബഷീർ MP ആണ് സമരത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്തത്. 11:30 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അനാവശ്യ വിവാദങ്ങൾ അരുതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. അനാവശ്യമായ വിവാദത്തിലേക്ക് ഈ ഘട്ടത്തിൽ പൊതുവെ പോകരുത് എന്നാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കാറുള്ളത്. ജനാധിപത്യത്തിൽ എല്ലാ അഭിപ്രായ പ്രകടനങ്ങൾക്കും അവകാശവും അർഹതയുമുണ്ട്. അതെല്ലാം എല്ലാവർക്കും നടത്താം. എല്ലാവരും അത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുടെ മനസ്സിൽ ആശങ്കയുടെ വിത്ത് വിതയ്ക്കാൻ ഇടയാകുന്ന വിധത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു പ്രകോപനത്തിലേക്കും ആരും പോകരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന. പുനരധിവാസ പ്രവർത്തനങ്ങളിൽ വൈകലുണ്ടായാൽ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വ്യാപിപ്പിക്കുമെന്നാണ് UDFന്റെ മുന്നറിയിപ്പ്. 24 വയനാട്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ നടപടികൾ തടസ്സപ്പെടാൻ പാടില്ലെന്ന് ഹൈക്കോടതി. നെടുമ്പാല വില്ലേജിലെ ഹാരിസൺ മലയാളത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടിക്ക് സ്റ്റേ നൽകാൻ വിസമ്മതിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഈ നിരീക്ഷണം. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത് ഹാരിസൺ മലയാളം നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ നടപടികളെ കോടതി വ്യവഹാരങ്ങൾ ഒരു കാരണവശാലും ബാധിക്കരുതെന്ന നിരീക്ഷണമാണ് ഹൈക്കോടതിയുടേത്. നെടുമ്പാല വില്ലേജിലെ ഹാരിസൺ മലയാളത്തിന്റെ ഭൂമി ഏറ്റെടുക്കുന്ന നടപടിക്ക് സ്റ്റേ നൽകാൻ കോടതി വിസമ്മതിച്ചു. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് ബാങ്ക് ഗ്യാരണ്ടിക്ക് പണം നൽകണമെന്ന ഹാരിസൺസ് മലയാളത്തിന്റെ വാദവും ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചില്ല. വയനാട് പുനരധിവാസ വിഷയത്തിൽ പൊതുതാൽപര്യം സംരക്ഷിക്കപ്പെടണമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. എന്നാൽ ഹാരിസൺസ് മലയാളത്തിന്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് ഫയലിൽ സ്വീകരിച്ചു. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് പകരം നൽകുന്ന ബാങ്ക് ഗ്യാരണ്ടിയുടെ നിയമസാധുതയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വാദം കേൾക്കും. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള മാതൃകാ ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാമെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിധി. 24 കൊച്ചി. വിദ്വേഷ പരാമർശത്തിന് റിമാൻഡിലായ BJP നേതാവ് PC ജോർജിന് ജാമ്യം. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ആരോഗ്യനില പരിഗണിച്ച് കർശന ഉപാധികളോടെയാണ് കോടതി PC ജോർജിന് ജാമ്യം നൽകിയത്. സമാന വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിക്കരുതെന്ന കർശന ഉപാധിയോടെയാണ് PC ജോർജിന് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്ന PC ജോർജിനെ പാലായിലെ മാർസ്ലീവ ആശുപത്രിയിലേക്ക് മാറ്റും. രാജ്യവിരുദ്ധ ശക്തികളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് PC ജോർജ് തുടരും. ജാമ്യം ലഭിച്ചതിൽ സന്തോഷമെന്നും ഷോൺ ജോർജ്. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അതിനുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ഹൈക്കോടതി പരാമർശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മേൽക്കോടതികളെ സമീപിക്കും. അതേസമയം പരാതി വിജയം കണ്ടെന്നും വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് PC ജോർജ് കോടതിയിൽ ഹാജരാക്കിയതെന്നും
പ്രതിഭാഗം അഭിഭാഷകൻ. ജാമ്യോത്തരവ് പാലാ സബ് കോടതിയിലെത്തിയ ശേഷം നടപടികൾ പൂർത്തിയാക്കി വൈകിട്ടോടെ PC ജോർജ് പുറത്തിറങ്ങും. ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശ കേസിൽ ഈ മാസം 24-നാണ് PC ജോർജിനെ ഈരാറ്റുപേട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ PC ജോർജ് മജിസ്ട്രേറ്റിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. 24 കോട്ടയം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സിന്റെ സമരം തുടരുന്നതിനിടെ ബദൽ സമരവുമായി CITU. ആശാ വർക്കേഴ്സിന്റെ പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാർ എന്നാരോപിച്ച് AG's ഓഫീസിലേക്ക് CITUവിന്റെ നേതൃത്വത്തിൽ ആശാ വർക്കേഴ്സ് മാർച്ച് നടത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം 19-ാം ദിവസത്തിലേക്ക് കടന്നു. ആശാ വർക്കേഴ്സിന്റെ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ചിരിക്കുന്നുവെന്ന് ആരോപിച്ചാണ് CITU മാർച്ച് നടത്തിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം പ്രഹസനമാണെന്നും CITU ആരോപിച്ചു. പ്രിയ ആശാമാരോട്, എന്റെ സഹപ്രവർത്തകരോട് എനിക്ക് വളരെ വിനയപൂർവ്വം പറയാനുള്ളത്, നിങ്ങളെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ സമരത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇന്ന് ഈ ആനുകൂല്യങ്ങളെല്ലാം ലഭിച്ചിട്ടുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഇടപെടൽ മൂലമാണ്. കേന്ദ്ര ഗവൺമെന്റാണ് നമ്മളെ സ്ഥിരം തൊഴിലാളികളായി അംഗീകരിക്കേണ്ടതും സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതും. CITU സമരത്തിന് ആശാ വർക്കേഴ്സിനൊപ്പം അംഗൻവാടി ജീവനക്കാരെയും എത്തിച്ചു. നമ്മൾ ആദ്യം ചെയ്യേണ്ട സമരം അവരേതായിരുന്നു, പക്ഷെ തെറ്റിപ്പോയി. ഇതിപ്പോ എന്തോ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ആദ്യം കുറച്ചു പേരെ കൊണ്ട് അവിടെ ഇരുത്തി. അതില് കുറച്ചു പേര് ആശ എന്ന് പറയുന്നുണ്ട്, കുറച്ചു പേര് ആശയല്ലെന്നും പറയണുണ്ട്. പ്രോജക്റ്റ് എടുത്തത് കേന്ദ്രമാണ്. കേന്ദ്രമാണ് ആദ്യത്തെ ബഡ്ജറ്റ് ഞങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. അവർ ഞങ്ങൾ അവഗണിച്ചു. CITU നടത്തുന്ന സമരത്തെ അനുകൂലിക്കുന്നില്ലെന്ന് സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സ് പറഞ്ഞു. ഒരിക്കലും അനുകൂലിക്കില്ല. അവർ ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ, അത് അവരുടെ ഇഷ്ടം. സമരം 19 ദിവസം പിന്നിട്ടു. ഓണറേറിയം കുടിശ്ശിക പൂർണ്ണമായി നൽകിയെങ്കിലും സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് ആശാ വർക്കേഴ്സ്. 24 തിരുവനന്തപുരം. അതേസമയം ആശാ വർക്കേഴ്സ് സമരസമിതി നേതാവ് മിനിയെ അധിക്ഷേപിച്ച് CITU നേതാവ്. പത്തനംതിട്ടയിൽ CITU വർക്കേഴ്സ് യൂണിയന്റെ പരിപാടിയിലായിരുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് PB ഹർഷകുമാറിന്റെ അധിക്ഷേപ പരാമർശം. അവരെ നമ്മൾ കേരളത്തിലെമ്പാടും കാണുന്നത് KSRTC ബസ് സ്റ്റാൻഡുകളുടെ മുമ്പിൽ, റെയിൽവേ സ്റ്റേഷനുകളുടെ മുമ്പിൽ പാട്ടകുലിക്ക് പിരിവ് നടത്തുന്ന രംഗങ്ങളിൽ മാത്രമാണ് അവരെ കണ്ടിട്ടുള്ളത്. അതിന്റെ നേതാവ് ഒരു മിനി എന്ന് പറഞ്ഞ ഒരു സാംക്രമിക രോഗം പരത്തുന്ന ഒരു കീടമുണ്ട്. ഇപ്പോ ഈ സമരത്തിന്റെ പേര് പറഞ്ഞ് തിരുവനന്തപുരത്ത് കുറെ ദിവസമായി വന്ന് അവിടെ അതിന്റെ ചാപ്പാടിത്തവിടെ കിടക്കുകയാണ് ഈ മിനി. AV ജയശങ്കർ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, സാംക്രമിക രോഗം പരത്തുന്ന കീടം എന്ന പരാമർശം നടത്തിയിരിക്കുകയാണ് ഹർഷകുമാർ. നേരത്തെ ഇളമരം കരീം, ഈർക്കിൽ സംഘടന, പട്ടപ്പിരിവുകാർ തുടങ്ങിയ പരാമർശങ്ങൾ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് അനുയായി അതിലൂടെ കുറെ കൂടി കടത്തി പറഞ്ഞിരിക്കുകയാണ് ഇപ്പോഴല്ലേ? അതായത് വിജയകുമാർ, ഈ ആശാ വർക്കർമാർ 19-ാം ദിവസവും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുമ്പോൾ അവരെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ ഇടത് നേതാക്കളിൽ നിന്ന് തുടരുകയാണ്. ഈ ഹർഷകുമാർ ഇന്ന് പത്തനംതിട്ടയിൽ CITU സംഘടിപ്പിച്ചൊരു പരിപാടിക്കിടെയാണ് ഇത്തരത്തിൽ ഒരു അധിക്ഷേപ പരാമർശം നടത്തിയത്. ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന മിനിക്കെതിരെയാണ് പരാമർശം. മിനി സാംക്രമിക രോഗം പരത്തുന്ന കീടമെന്നാണ് ഈ ഹർഷകുമാർ വിശേഷിപ്പിച്ചത്. ഒപ്പം തന്നെ കുറേ ദിവസമായി സമരപ്പന്തലിൽ സമരക്കാരുടെ ചിലവിൽ മിനി തിരുവനന്തപുരത്ത് കഴിഞ്ഞുകൂടുന്നു. കേരളത്തിലെ ബസ് സ്റ്റാൻഡുകളിൽ കുലുക്കി പിരിവ് നടത്തുന്ന സംഘടനയാണ് ഈ സമരത്തിന് പിന്നിലെന്നൊക്കെ ഈ ഹർഷകുമാർ പറയുന്നുണ്ട്. ഈ അത്തരത്തിൽ ഉള്ള ഒരു സംഘടനയുടെ നേതാവാണ് മിനി. അങ്ങനെ മിനിയെക്കുറിച്ച് അതിരൂക്ഷമായി അധിക്ഷേപ പരാമർശമാണ് CITUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹർഷകുമാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആദ്യഘട്ടം മുതൽ തന്നെ വിവിധ നേതാക്കൾ, എളമരം കരീം ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തെ തള്ളുന്ന രീതിയിൽ പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതിനെല്ലാം കവച്ചുവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പത്തനംതിട്ടയിലെ സമരത്തിൽ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹർഷകുമാർ തന്നെ ഇത്തരത്തിൽ അധിക്ഷേപ പരാമർശം ഒരു സ്ത്രീക്കെതിരെ നടത്തുന്നു. എന്തായാലും CPMന്റെ ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തൊരു പരിപാടിയിലാണ് ഇത്തരത്തിലൊരു സ്ത്രീയെ അധിക്ഷേപിക്കുന്ന തരത്തിലൊരു സമരത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലൊരു പരാമർശമുണ്ടായത്. എന്തായാലും ഈ വിഷയത്തിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ എങ്ങനെ ന്യായീകരിക്കുമെന്നത് നമ്മൾ കണ്ടറിയണം. കാരണം ഉച്ചയ്ക്ക് ശേഷം CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനം ഉൾപ്പെടെയുണ്ട്. അങ്ങനെയാണ് ഒരു സമരം നടത്തുന്ന സംഘടന, ഒരു ഇടത് സംഘടനാ നേതാവാണ് മിനി, SUCIയുടെ നേതാവാണ്. അവരെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ അധിക്ഷേപിച്ചിരിക്കുന്നത്. ഇടത് സംഘടനാ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു സമരത്തെ, ആ സമര നേതാവിനെ അധിക്ഷേപിക്കുമ്പോൾ അത് ന്യായമാണോ എന്നൊരു ചോദ്യം അത് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. വിജയകുമാർ,
യെസ്, ഇനിയിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ഈ വിഷയത്തിൽ എന്ത് പ്രതികരിക്കും എന്നാണ് അറിയേണ്ടത്. സാംക്രമിക രോഗം പരത്തുന്ന കീടം എന്നാണ് ഈ സമരസമിതിക്ക് നേതൃത്വം നൽകുന്ന മിനിയെ, SUCIയുടെ നേതാവാണ്, അവരെ ഇപ്പോൾ പരിഹസിച്ചിരിക്കുന്നത്, അധിക്ഷേപിച്ചിരിക്കുന്നത് PB ഹർഷകുമാർ, CITUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. നേരത്തെ ഇർക്കിൾ സംഘടന, പാട്ടപ്പിരിവുകാർ എന്നൊക്കെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കടുത്ത വിമർശനമല്ല അധിക്ഷേപം ഉണ്ടായിരിക്കുന്നത് ഹർഷകുമാറിൻ്റെ ഭാഗത്തു നിന്ന്. കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും പെൺമക്കളും ട്രെയിൻ തട്ടി മരിച്ചു. പാടോളിക്കൽ സ്വദേശി ഷൈനി കുര്യാക്കോസ്, മക്കളായ അലീന, ഇവാന എന്നിവരാണ് മരിച്ചത്. ഭർത്താവുമായി ഉണ്ടായ വഴക്കിനെ തുടർന്ന് അകന്നു കഴിഞ്ഞിരുന്ന ഷൈനി കുട്ടികളുമായി ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങി. ഏറ്റുമാനൂരിനും കോട്ടയത്തിനുമിടയിൽ പാറോലിക്കലിൽ പുലർച്ചെ 5:30യോടെയായിരുന്നു സംഭവം. നിലമ്പൂർ എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റാണ് 3 പേരെ ട്രെയിൻ തട്ടിയ വിവരം സ്റ്റേഷനിൽ അറിയിക്കുന്നത്. തുടർന്ന് വിവരമറിഞ്ഞ പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആദ്യം മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ബന്ധുക്കൾ സ്റ്റേഷനിലെത്തിയതോടെ മരിച്ചവർ ആരാണെന്ന് വ്യക്തമായി. പാറോലിക്കലിൽ 101 കവലയ്ക്ക് സമീപം വടകര വീട്ടിൽ ഷൈനി, മക്കളായ അലീന, ഇവാന എന്നിവരാണ് മരിച്ചത്. 6 മണിയൊക്കെ എൻ്റെ മുകളിലായി ആ ഇടി നിൽക്കുന്ന എൻ്റെ വീട്. അതിൽ ഇറങ്ങി വന്നപ്പോഴത്തേനും ട്രെയിൻ ഓടിയിട്ടിരിക്കുക, ലൈറ്റ് കണ്ട് കുറച്ച് പോലീസുകാരൊക്കെ വന്നപ്പോട്ട് വന്നു നോക്കിയപ്പോഴത്തേനും 2-3 ബോഡി കിടപ്പുണ്ട്. അവർ ഇങ്ങനെ പറഞ്ഞു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുള്ള ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഭർത്താവുമായുള്ള തർക്കത്തെ തുടർന്ന് ഷൈനിയും മക്കളും കുറച്ചുനാളായി സ്വന്തം വീട്ടിലായിരുന്നു താമസം. രാവിലെ പള്ളിയിലേക്കെന്ന് പറഞ്ഞാണ് ഷൈനിയും മക്കളും വീട്ടിൽ നിന്നും ഇറങ്ങിയത്. പിന്നാലെയാണ് വീട്ടുകാർ മരണവിവരം അറിയുന്നത്. സംഭവത്തിൽ ഏറ്റുമാനൂർ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ബന്ധുക്കളുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 24 കോട്ടയം. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധം കടുപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനും ജനസംഖ്യാനുപാതത്തിൽ ലോക്സഭാ സീറ്റ് പുനഃക്രമീകരിക്കുന്നതിനുമെതിരെയാണ് പ്രതിഷേധാഹ്വാനം. ത്രിഭാഷാ നയം അംഗീകരിക്കാത്തതിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഗവർണർ RN രവി ഇന്ന് രംഗത്തെത്തുകയും ചെയ്തു. തന്റെ പിറന്നാളിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ വിമർശനങ്ങൾ. കേന്ദ്രത്തിന്റെ 2 നീക്കങ്ങൾക്കെതിരെയും ശക്തമായ ചെറുത്തുനിൽപ്പിലാണ്. ജനങ്ങൾ ഓരോരുത്തരും പ്രതിഷേധം ഏറ്റെടുക്കണമെന്ന് സ്റ്റാലിന്റെ ആഹ്വാനം. இதனுடைய உண்மையான நோக்கத்தை நீங்க மக்களிடம் கொண்டு சேர்க்க கேட்டுக்கிறேன். தொகுதி மறுசீரமைப்பு என்பது நம்ம மாநிலத்தோட சுயமரியாதை, சமூக நீதி, நம்ம சமூக நல திட்டங்களை பெரிதும் பாதிக்கும். இதை நீங்க மக்களிடம் கொண்டு செல்ல வேண்டும். ഹിന്ദി അടിച്ചേൽപ്പിക്കലും ജനസംഖ്യാടിസ്ഥാനത്തിൽ ലോക്സഭാ സീറ്റ് പുനഃക്രമീകരിക്കുന്നതും സംസ്ഥാനത്തിന്റെ ആത്മാഭിമാനത്തെയും അവകാശത്തെയും ഹനിക്കുന്നതാണ്. ஒவ்வொருவரும் மாநிலம் காக்க எழுந்து நிற்க வேண்டும். இப்போ கர்நாடகா, பஞ்சாப், தெலுங்கானா போன்ற மாநிலங்களிலிருந்து நமக்கான ஆதரவு குரல் வந்திருக்கு. இதை பார்த்த ஒன்றிய அரசு இந்திய திரைக்கலன்னு சொல்லிக்கிட்டே அதுக்கான எல்லா முன்னெடுப்புகளையும் എടുത്തിട്ട് இருக்காங்க. ഇതിനിടെ ത്രിഭാഷാ നയം അംഗീകരിക്കാത്തതിൽ ഗവർണർ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചു. തമിഴ്നാടിന്റെ ദ്വിഭാഷാ നയം വിദ്യാർത്ഥികളുടെ അവസരം കുറയ്ക്കുന്നതായി RN രവി എക്സിൽ കുറിച്ചു. 24 ചെന്നൈ. ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസിൽ ബോളിവുഡ് താരങ്ങളായ കാജൽ അഗർവാളിനെയും തമന്ന ഭാട്ടിയെയും പുതുച്ചേരി പോലീസ് ചോദ്യം ചെയ്യും. കോയമ്പത്തൂർ ആസ്ഥാനമായ തട്ടിപ്പ് കമ്പനിയുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ നടപടി. വ്യാജ ക്രിപ്റ്റോ കറൻസിയുടെ മറവിൽ കോടിക്കണക്കിന് രൂപ തട്ടിയ കേസിലാണ് പുതുച്ചേരി പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ഇരട്ടി ലാഭം വാഗ്ദാനം ചെയ്ത് 2022 കോയമ്പത്തൂർ ആസ്ഥാനമായി തട്ടിപ്പ് കമ്പനി പ്രവർത്തനം തുടങ്ങിയത്. 3 കോടിയോളം രൂപ നിരവധി പേരിൽ നിന്നായി സംഘം പിരിച്ചെടുത്തു. നൽകിയ പണം തിരികെ കിട്ടാതാവുകയും പണം നിക്ഷേപിച്ച ക്രിപ്റ്റോ കറൻസി വ്യാജമെന്ന് മനസ്സിലാവുകയും ചെയ്തതോടെ ഒരു വിരമിച്ച കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനാണ് പോലീസിനെ സമീപിക്കുന്നത്. തട്ടിപ്പിലേക്ക് ആളുകളെ വീഴ്ത്താനായി കമ്പനി നടത്തിയ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തവരാണ് നടിമാരായ കാജൽ അഗർവാളും തമന്നയും. മഹാബലിപുരത്തും കോയമ്പത്തൂരും മുംബൈയിലുമെല്ലാം നടന്ന പ്രചാരണ പരിപാടികളിൽ ഇരുവരും പങ്കെടുത്തിരുന്നു. ഇതിന് പ്രതിഫലം കൈപ്പറ്റിയതിന് തെളിവുമുണ്ട്. വെറുമൊരു അതിഥി മാത്രമായിരുന്നു, അതിനപ്പുറം തട്ടിപ്പിൽ പങ്കുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. നടിമാർ പങ്കെടുത്ത പരിപാടിയിൽ വെച്ച് കാറുകളും മറ്റും സമ്മാനമായി ചിലർക്ക് നൽകിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പരിപാടികൾക്ക് പിന്നാലെ കൂടുതൽ പേർ ഈ തട്ടിപ്പ് കമ്പനിയിലേക്ക് പണം നിക്ഷേപിച്ചു. ഏതാണ്ട് 60 കോടിയിലേറെ രൂപ തട്ടിയെന്നാണ് അനുമാനം. കേസിൽ ഇതുവരെ 2 പേർ പിടിയിലായി. 10ഓളം പേർ ഈ തട്ടിപ്പ് സംഘത്തിന്റെ ഭാഗമാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട്. 24 മുംബൈ.
പൂനെയിൽ നിർത്തിയിട്ട ബസ്സിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത പ്രതി ഒടുവിൽ പിടിയിലായി. രാത്രി 1:30യോടെയാണ് കരിമ്പ് പാടത്തൊളിച്ചിരുന്ന പ്രതിയെ പോലീസ് പിടികൂടിയത്. ഭക്ഷണം അന്വേഷിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് പ്രതി കുടുങ്ങിയത്. 72 മണിക്കൂറിലേറെ നീണ്ട വ്യാപക തെരച്ചിലിനൊടുവിലാണ് പ്രതി ദത്താത്രേയ രാംദാസ് പിടിയിലായത്. സ്വദേശമായ ശിരൂർ താലൂക്കിൽ തന്നെ പ്രതിയുണ്ടെന്ന് പോലീസ് നേരത്തെ ഉറപ്പിച്ചിരുന്നു. കരിമ്പുപാടങ്ങളിൽ ഒളിച്ചിരിപ്പുണ്ടാവുമെന്ന ധാരണയിൽ പോലീസ് നായ്ക്കളെയും ഡ്രോണുകളെയും ഉപയോഗിച്ച് വ്യാപക തെരച്ചിലും ഇന്നലെ നടത്തി. പോലീസിന്റെ കണ്ണുവെട്ടിച്ചു കഴിഞ്ഞ പ്രതിയെ ഒടുവിൽ കുടുക്കിയത് വിശപ്പാണ്. വിശപ്പും ദാഹവും സഹിക്കവയ്യാതെ അർദ്ധരാത്രിയോടെയാണ് പ്രദേശത്തെ വീടുകളിലൊന്നിൽ പ്രതിയെത്തിയത്. വെള്ളം കുടിച്ച് മടങ്ങുകയും ചെയ്തു. എന്നാൽ പ്രതിയെ തിരിച്ചറിഞ്ഞ വീട്ടുകാർ ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിച്ചു. സ്ഥലം വളഞ്ഞ പോലീസും നാട്ടുകാരും ചേർന്ന് പ്രതിയെ പിന്നാലെ പിടികൂടുകയായിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെയാണ് പൂനെയിലെ സ്വാർഗേറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ച 26-കാരി ബലാത്സംഗത്തിന് ഇരയായത്. സത്താരയിലേക്ക് പോകേണ്ടിയിരുന്ന യുവതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രതി ആളൊഴിഞ്ഞ ബസ്സിൽ കയറ്റി ക്രൂരതയ്ക്ക് ഇരയാക്കിയത്. സംഭവശേഷം പച്ചക്കറി ലോറിയിൽ കയറി ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് എന്ന വ്യാജേനെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മാസങ്ങളായി പ്രതി കറങ്ങി നടന്നിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാൾ 2019 മുതൽ ജാമ്യത്തിൽ പുറത്തിറങ്ങി നടക്കുകയാണ്. 24 മുംബൈ. കൊച്ചി നഗരത്തിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ ലഹരി നൽകി പീഡിപ്പിച്ചു. കൗൺസിലിംഗിലാണ് പീഡന വിവരം പെൺകുട്ടി പുറത്തു പറയുന്നത്. നഗരത്തിലെ സ്കൂളുകളിൽ ലഹരി കച്ചവടം നടത്തുന്നതിനായി വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പെൺകുട്ടിയുടെ പിതാവ് 24നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഉപയോഗിച്ച് ലഹരി വിൽപ്പന, പെൺകുട്ടികളെ ലൈംഗിക ചൂഷണത്തിനും ഇരകളാക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സംഘം കൊച്ചി നഗരത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ലൈംഗിക ചൂഷണത്തിനിരയായ പെൺകുട്ടിയുടെ രക്ഷിതാവ് 24നോട് നടത്തിയത്. കഞ്ചാവ് ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് ചെറിയ നിരവധി സ്കൂൾ കേന്ദ്രീകരിച്ചിട്ട് അവിടുത്തെ പെൺകുട്ടികൾക്ക് ഉൾപ്പെടെയാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവരുടെ ചാറ്റിംഗ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനത് പോലീസ് മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. സ്കൂൾ വിദ്യാർത്ഥിയായ പെൺകുട്ടിയെ പ്രതി പരിചയപ്പെട്ടത് ഇൻസ്റ്റഗ്രാം വഴി. പിന്നീട് പെൺകുട്ടിക്ക് ലഹരി ചേർത്ത ഡയറി മിൽക്ക് നൽകി. കുട്ടിയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം ശ്രദ്ധയിൽപ്പെട്ട രക്ഷിതാക്കൾ കൗൺസിലിംഗ് നടത്തിയപ്പോഴാണ് വിവരങ്ങൾ പുറത്തറിയുന്നത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ സംഘം തന്നെയാണ് കൊച്ചി നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ കുട്ടികൾക്ക് നിരോധിത ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകുന്നതെന്ന വിവരവും പെൺകുട്ടി രക്ഷിതാവിനോട് പറഞ്ഞു. പെൺകുട്ടി ലൈംഗിക ചൂഷണത്തിനിരയായ കേസിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെങ്കിലും ജാമ്യം ലഭിച്ചു. ഇയാളുടെ നേതൃത്വത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ ഒരു വൻ സംഘമാണ് ലഹരി കച്ചവടത്തിനും പുതിയ ഇരകളെ കണ്ടെത്തുന്നതിനും കൊച്ചി നഗരത്തിലുള്ളത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ സംഘമായതിനാൽ തങ്ങൾ നിസ്സഹായരാണെന്ന് പോലീസും പറയുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെയും വാട്സാപ്പിലൂടെയുമാണ് ലഹരി സംഘത്തിലേക്ക് പുതിയ ആളുകളെ കണ്ടെത്തുന്നത്. പെൺകുട്ടിയെ ഉപദ്രവിച്ച വിവരമറിഞ്ഞ് പ്രതിയുടെ വീട്ടിലെത്തിയ പിതാവിനോട് സ്ഥലത്ത് നിന്ന് മാറിയില്ലെങ്കിൽ കൊന്നുകളയുമെന്നായിരുന്നു ഭീഷണി. ഇതേ സംഘത്തിന്റെ കെണിയിൽ കൊച്ചി നഗരത്തിലെ മറ്റ് സ്കൂളുകളിലെ വിദ്യാർത്ഥികളും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന പേടിപ്പെടുത്തുന്ന ചോദ്യമാണ് രക്ഷിതാവ് ഉന്നയിക്കുന്നത്. ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഒരു രക്ഷിതാവ് നടത്തിയിരിക്കുന്നത്. അപ്പോഴും ഇതേ ലഹരി മാഫിയയുടെ കയ്യിൽപ്പെട്ട എത്ര കുട്ടികൾ കൊച്ചിയിലെ ഓരോ സ്കൂളുകളിലും പഠിക്കുന്നുണ്ട് എന്ന വിവരത്തെക്കുറിച്ച് അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. CPI എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറിയും MLAയുമായിരുന്ന P. രാജുവിന്റെ സംസ്കാരം ഇന്ന് വീട്ടുവളപ്പിൽ നടക്കും. പടവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വീട്ടിലെത്തിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അന്തിമോപചാരം അർപ്പിക്കാനെത്തും. കുടുംബത്തിന്റെ എതിർപ്പിനെ തുടർന്ന് പാർട്ടി ഓഫീസിലെ പൊതുദർശനം ഒഴിവാക്കിയിരുന്നു. പാർട്ടി P. രാജുവിനോട് നീതി കാണിച്ചില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആശുപത്രിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും ചേർന്ന് നടപ്പിലാക്കുന്ന ഭവന പദ്ധതിയിലൂടെ നിർമ്മാണം പൂർത്തീകരിച്ച രണ്ടാമത്തെ വീട് ഇന്ന് കൈമാറും. 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ് താക്കോൽ ദാനം നിർവഹിക്കും. കോഴിക്കോട് കൂടരഞ്ഞി സ്വദേശി ഖദീജയ്ക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും ചേർന്ന് 100 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. ഇതിൽ രണ്ടാമത്തെ വീടിന്റെ താക്കോൽ കൈമാറ്റമാണ് ഇന്ന് നടക്കുന്നത്. ആദ്യ വീടിന്റെ താക്കോൽ കൈമാറ്റം കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്നിരുന്നു. കോഴിക്കോട് കൂടരഞ്ഞി സ്വദേശിനി ഖദീജയ്ക്കാണ് സ്വപ്നഭവനം കൈമാറുന്നത്. 18 വർഷമായി മകളുമൊത്ത് വാടക വീട്ടിൽ കഴിയുകയായിരുന്നു ഖദീജ. ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ഒരു വീട് ആരും തന്നെ തന്നിട്ടില്ല. പല മേഖലകളിലും ഞാൻ വാതിൽ മുട്ടി നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് വീട് തന്നിട്ടില്ല. പക്ഷേ 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമാണ് വീട് ഒരുക്കി തരുന്നത്. എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ് ഭവനത്തിന്റെ താക്കോൽ കൈമാറും. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 24 കണക്റ്റ് പ്രതിനിധികൾ ചടങ്ങിന്റെ ഭാഗമാകും.
മറ്റിടങ്ങളിലെ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 24 കോഴിക്കോട്. സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. 2022-23 വർഷങ്ങളിലെ ടെലിവിഷൻ, സീരിയൽ, വാർത്താ, ഡോക്യുമെന്ററി വിഭാഗങ്ങളിലെ മികവിനാണ് പുരസ്കാരം. വൈകിട്ട് 5:30 തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലാണ് ചടങ്ങ്. ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ അടക്കം 6 പേരാണ് 24-ൽ നിന്നുള്ള ജേതാക്കൾ. 4 പുരസ്കാരങ്ങൾ ഫ്ലവേഴ്സ് ഏറ്റുവാങ്ങും. 3.5 മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന മോർണിംഗ് ഷോ പല ടൈം സോണിലിരുന്ന് ലോകരാജ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കാണാൻ തയ്യാറായിരിക്കുന്ന എല്ലാവരെയും നിങ്ങൾ ക്ഷമാശീലത്തെയും പ്രകീർത്തിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ. ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ എന്ന പ്രഭാത വാർത്താ ഷോയിലൂടെ മികച്ച അവതാരകനുള്ള 2022 പുരസ്കാരത്തിനാണ് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ അർഹനായത്. അരസിയൽ ഗലാട്ടയിലൂടെ 2023 മികച്ച അവതാരകനായത് 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ വി അരവിന്ദ്. മികച്ച വാർത്താ അവതരണത്തിനുള്ള സുപ്രധാന പുരസ്കാരം 2 വർഷവും 24-ന് തന്നെ. 2022 അനുജ രാജേഷും 2023 പ്രജിൻസി കണ്ണനും ഈ വിഭാഗത്തിൽ പുരസ്കാരം ഏറ്റുവാങ്ങും. 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണൻ കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ അവതരണ മികവിനുള്ള പ്രത്യേക ജൂറി പരാമർശത്തിന് അംഗീകാരം ഏറ്റുവാങ്ങും. അഭിമുഖത്തിനുള്ള പ്രത്യേക ജൂറി പരാമർശം ദീപക് ധർമ്മടത്തിനാണ്. ഫ്ലവേഴ്സ് സംപ്രേഷണം ചെയ്ത അമ്മേ ഭഗവതിയിലെ അഭിനയത്തിന് മികച്ച 2ാമത്തെ നടനായി തെരഞ്ഞെടുക്കപ്പെട്ട സീനു രാഘവേന്ദ്രയും സൂസു സുരഭിയും സുഹാസിനിയും പരമ്പരയിലൂടെ മികച്ച 2ാമത്തെ നടിയായ അനുക്കുട്ടിയും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങും. സൂസു സുരഭിയും സുഹാസിനിയുമാണ് മികച്ച 2ാമത്തെ ടെലി സീരിയൽ. അമ്മേ ഭഗവതിയിലെ പ്രകടനത്തിലൂടെ നന്ദകുമാറാണ് മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള അംഗീകാരം ഏറ്റുവാങ്ങുന്നത്. ഇന്ന് വൈകിട്ട് 5:30 തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലാണ് ചടങ്ങ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനാകുന്ന പരിപാടിയിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ടെലിവിഷൻ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2022 പുരസ്കാരം ബൈജു ചന്ദ്രന് സമ്മാനിക്കും. ന്യൂസ് ഡെസ്ക് 24. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മോഡൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയും കേരള ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്ററും ചേർന്ന് ഒരുക്കിയ 3ാമത് നസീമ മഹിമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മാധ്യമ മേഖലയിൽ നിന്നും 24 സീനിയർ റിപ്പോർട്ടർ മിഥില ബാലൻ പുരസ്കാരം ഏറ്റുവാങ്ങി. സംവിധായകനും തിരക്കഥാകൃത്തുമായ രഞ്ജൻ പ്രമോദാണ് പുരസ്കാരം സമ്മാനിച്ചത്. കോഴിക്കോട് നടന്ന ചടങ്ങിൽ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി, നടൻ മണികണ്ഠൻ ആർ ആചാരി തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. PhDക്കുള്ള ഗവേഷണ കേന്ദ്രത്തിന് അംഗീകാരം നേടി കോഴിക്കോട് ഇഖ്റ ആശുപത്രി. മണിപ്പാൽ അക്കാദമി ഓഫ് ഹയർ എഡ്യൂക്കേഷന്റെ അംഗീകൃത PhDക്കുള്ള ഗവേഷണ കേന്ദ്ര അംഗീകാരമാണ് ഇഖ്റ ആശുപത്രിക്ക് ലഭിച്ചത്. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് PhD ഗവേഷണ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. രോഗികൾക്ക് ചികിത്സ നൽകിയാൽ മാത്രം പോരാ, കിഡ്നി തകരാറുകളും മറ്റും വരുന്നതിനുള്ള കാരണങ്ങളെക്കുറിച്ച് ആശുപത്രികൾ പഠിക്കണമെന്നും റിസർച്ചുകൾ നടത്തണമെന്നും MP അഹമ്മദ് പറഞ്ഞു. ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ PC അൻവർ, ഊരാളുങ്കൽ സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി, മണിപ്പാൽ അക്കാദമി ഡെപ്യൂട്ടി രജിസ്ട്രാർ ഡോക്ടർ ശ്രീജിത്ത് ഗോവിന്ദൻ, MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ V ഷക്കീല എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇഖ്റ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസിയിലെ ക്രിട്ടിക്കൽ കെയർ ഫാർമക്കോ തെറാപ്പി ഫെലോഷിപ്പിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടെന്ന് വത്തിക്കാൻ. ചികിത്സയിൽ കഴിയുന്ന റോമിലെ ജമല്ലി ആശുപത്രിയിലെ ചാപ്പലിലെ പ്രാർത്ഥനയിൽ അദ്ദേഹം പങ്കെടുത്തു. മാർപ്പാപ്പ സ്വയം ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നും മുറിയിൽ നടക്കുന്നുണ്ടെന്നും വത്തിക്കാൻ അറിയിച്ചു. അപകടകരമായ അവസ്ഥയിലായിരുന്ന മാർപ്പാപ്പയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് വത്തിക്കാൻ അറിയിച്ചു. വ്യാഴാഴ്ച ആശുപത്രിയിലെ ചാപ്പലിൽ നടന്ന പ്രാർത്ഥനയിൽ മാർപ്പാപ്പ പങ്കെടുത്തെന്നും വാർത്താക്കുറിപ്പിൽ വത്തിക്കാൻ അറിയിച്ചു. മൂക്കിലൂടെ ട്യൂബിട്ട് ഓക്സിജൻ നൽകുന്ന രീതി ഒഴിവാക്കി. ഓക്സിജൻ മാസ്ക് ഉപയോഗിച്ചാണ് ഇപ്പോൾ ഓക്സിജൻ തെറാപ്പി നടത്തുന്നത്. ശ്വസന ഫിസിയോതെറാപ്പിക്കും മാർപ്പാപ്പയെ വിധേയനാക്കുന്നുണ്ട്. പനിയോ ശ്വാസപ്രതിസന്ധികളോ ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. രാത്രിയിൽ മാർപ്പാപ്പ നന്നായി ഉറങ്ങുന്നുണ്ടെന്നും കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ചാരുകസേരയിലിരുന്ന് ലളിതമായ ജോലികൾ ചെയ്യുന്നുണ്ടെന്നും വത്തിക്കാൻ വ്യക്തമാക്കി. എന്നാൽ നാളെ നടക്കാനിരുന്ന ജൂബിലി വാർഷികത്തോടനുബന്ധിച്ചുള്ള മാർപ്പാപ്പയുടെ പ്രസംഗം റദ്ദാക്കിയിട്ടുണ്ട്. 88-കാരനായ പോപ്പിനെ ഈ മാസം 14-നാണ് ബ്രോങ്കൈറ്റിസ് ലക്ഷണങ്ങളോടെ റോമിലെ ജമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബൈലാറ്ററൽ ന്യൂമോണിയ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആന്റിബയോട്ടിക് ചികിത്സയാണ് നടത്തിവരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച മിൻഹാജ് ഇനി CPM-നൊപ്പം. തൃണമൂൽ കോൺഗ്രസ് കോർഡിനേറ്റർ സ്ഥാനം മിൻഹാജ് രാജിവെച്ചു. പാലക്കാട്ട് തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതിന് പിന്നിൽ UDF ഇടപെടലുണ്ടായി എന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനൊപ്പം വാർത്താസമ്മേളനം നടത്തി മിൻഹാജ് ആരോപിച്ചു.
പാലക്കാട്ട് നിന്ന് സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും. സമീർ, എന്ത് സാഹചര്യത്തിലാണ് മിൻഹാജ് തൃണമൂൽ കോൺഗ്രസിൽ നിന്നും അല്ലെങ്കിൽ അൻവറിന്റെ പാളയത്തിൽ നിന്നും ഇടതുപക്ഷത്തേക്ക് എത്തുന്നത്? അതിന് മിൻഹാജ് മുന്നോട്ട് വെക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, മിൻഹാജ് പറയുന്നത് തൃണമൂൽ കോൺഗ്രസുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഏത് നിമിഷവും BJP-യോടൊപ്പം ചേരുന്ന ഒരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. അവരുടെ മുൻകാല അനുഭവം അല്ലെങ്കിൽ മുൻകാല ചരിത്രം അതാണ്. അതുകൊണ്ട് തന്നെ തനിക്കിന് PVN-നോടൊപ്പം തൃണമൂൽ കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. താൻ രാജിക്കത്ത് നൽകിയിരിക്കുകയാണ്. ഇനി മുതൽ CPM-നോടൊപ്പമാണ് ചേർന്ന് പ്രവർത്തിക്കുക എന്നാണ് മിൻഹാജ് രാജിവെച്ചുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ PV അൻവറിനോട് എതിർപ്പുള്ള ധാരാളം ആളുകൾ തൃണമൂൽ കോൺഗ്രസിൽ ഇപ്പോൾ ഉണ്ട്. അവരെല്ലാവരും തന്നെ വരും ദിവസങ്ങളിൽ തനിക്കൊപ്പം CPM-നൊപ്പം ചേരും, തന്നോടൊപ്പം ചെന്നുകൊണ്ട് CPM-നൊപ്പം ചേരുമെന്നും മിൻഹാജ് വ്യക്തമാക്കുന്നു. പാർട്ടി സംസ്ഥാന സമ്മേളനം വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഒരു ഡേറ്റ് നിശ്ചയിച്ചുകൊണ്ട് ഒരു പരിപാടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുമെന്നുള്ളതാണ് മിൻഹാജ് വ്യക്തമാക്കുന്നത്. PVN-നോടൊപ്പം DMK-യുടെ പാലക്കാട് സ്ഥാനാർത്ഥിയായി ഈ നാമനിർദ്ദേശ പത്രിക മിൻഹാജ് സമർപ്പിച്ചിരുന്നു. അതിന് പിന്നാലെ രാജി പിൻവലിക്കുകയും പിന്നീട് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാകുകയും സംസ്ഥാന കോർഡിനേറ്റർമാർ ഒരാളായി ഈ മിൻഹാജ് മാറുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇക്കഴിഞ്ഞ 23-ാം തീയതി മഞ്ചേരിയിൽ നടന്ന പരിപാടിയിലടക്കം ഈ മിൻഹാജ് പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മിൻഹാജിന് ഒരു മനംമാറ്റം വന്നിരിക്കുന്നത്, CPM-നൊപ്പം ചേർന്നിരിക്കുന്നത്. തനിക്ക് യാതൊരുവിധ വാഗ്ദാനങ്ങളോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. അത്തരം ഒരു ഇതിന്റെ പുറത്തല്ല താൻ CPM-ൽ ചേരുന്നത്, മറിച്ച് താൻ സ്വയം ഇഷ്ടപ്രകാരം ചേരുന്നു. മാത്രമല്ല DMK-യോടൊപ്പം താൻ നേരത്തെ പ്രവർത്തിച്ചിരുന്നത് DMK നല്ലൊരു പാർട്ടി ആയതുകൊണ്ടാണ് എന്നുള്ളതാണ് മിൻഹാജ് വ്യക്തമാക്കുന്നത്. വിജയകുമാർ, CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബുവിനൊപ്പം വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്താണ് മിൻഹാജ് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ എന്ന പേരിലുള്ള സ്വർണ്ണ വ്യാപാരികളുടെ 2 സംഘടനകൾ ഇനി ഓൾ കേരള ഗോൾഡ് മർച്ചന്റ് സിൽവർ അസോസിയേഷൻ എന്ന പേരിൽ ഒറ്റ സംഘടനയായി പ്രവർത്തിക്കും. ഭീമ ഗ്രൂപ്പ് ചെയർമാനും ഇന്ത്യൻ ബുള്ളിയൻ ജ്വല്ലറി അസോസിയേഷൻ ദക്ഷിണ മേഖലാ ചെയർമാനുമായ B ഗോവിന്ദനാണ് സംഘടനയുടെ ചെയർമാൻ. ജസ്റ്റിൻ പാലത്രയാണ് പ്രസിഡന്റ്. സംഘടന ഒന്നായതോടെ ഇനി മുതൽ സംസ്ഥാനത്ത് AKGSMA സ്വർണ്ണഭവൻ എന്ന പേരിൽ സ്വർണ്ണത്തിന് ഒറ്റ വിലയാകും ഉണ്ടാവുകയെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. സ്വർണ്ണവില വർധന, അന്യായമായ പോലീസ് റിക്കവറി, E-way ബിൽ പരിധി തുടങ്ങിയ വിഷയങ്ങളിൽ ചെറുകിട സ്വർണ്ണ വ്യാപാരികളുടെ നിലനിൽപ്പ് പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം ഉടലെടുത്തതിനെ തുടർന്ന് ഇരുവിഭാഗം നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ലയനം പൂർത്തിയായത്. സംഘടനയുടെ ആസ്ഥാന മന്ദിരം ആലപ്പുഴയാണ്. നിലവിലുള്ള അവകാശ തർക്ക കേസുകൾ പിൻവലിക്കും. ഏപ്രിലിൽ സംസ്ഥാനത്തെ എല്ലാ ജ്വല്ലറി ഉടമകളുടെയും സംസ്ഥാന സമ്മേളനം വിളിച്ചു ചേർക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 1 ഇന്ത്യ 1 ഗോൾഡ് റേറ്റ് എന്നതാണ് സംഘടനയുടെ ലക്ഷ്യം. കേരളത്തിൽ ഇന്ന് നടപ്പിൽ വരുന്ന ഗോൾഡ് റേറ്റ് ട്രിവാൻഡ്രത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഈ സംഘടനയുടെ ഇപ്പോൾ നാഷണൽ ലെവലിൽ സൗത്ത് ഇന്ത്യയിലെ 7 സ്റ്റേറ്റും ഫോളോ ചെയ്യുന്നുണ്ടാണ്. ഇപ്പോഴും നാഷണൽ ലെവലിൽ അവർ ചില സ്റ്റേറ്റുകൾ അംഗീകരിക്കുന്നുണ്ട്. 1 ഇന്ത്യ 1 ഗോൾഡ് 1 ഇന്ത്യ റേറ്റ് എന്നുള്ള രീതി കൊണ്ടുവരാനാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. നോക്കാം ഇന്നത്തെയും സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.